ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വേണ്ട ഹായ് പറ ഗൈസ്. അപ്പോൾ ഒത്തിരി നാളെ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്തോ മടി, അതുകൊണ്ട് നമ്മൾ വീഡിയോസൊന്നും എടുക്കാറില്ല. എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് നമ്മുടെ ചവറ തെക്കുംഭാഗം പനക്കറ്റൂടി ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ചേട്ടനൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അതുപോലെ തന്നെ ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ താലപ്പൊലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം എല്ലായിടത്തുനിന്നും ഫുഡ് വാങ്ങി കഴിക്കാം. അത് നമ്മൾ കയറിയില്ലെങ്കിൽ നമ്മളെ വിളിച്ചാണ് അവർ നമുക്ക് ഫുഡ് തരുന്നത്. ഓരോ വീട്ടുകളിലും അതിൻ്റേതായിട്ടുള്ള ഫുഡുകളെല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളിവിടെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറുന്നുണ്ട്. അവിടെ നിന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ വർഷവും ഇവിടുന്നാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ട് പോകുന്നത്. ഈ രണ്ട് മക്കളാണ് നമ്മുടെ പനക്കറ്റൂടി ദേവീക്ഷേത്രത്തിലെ കന്യാവും പാവുമ്പ ദേവീക്ഷേത്രത്തിലെ കന്യാവുമാണ് ഈ രണ്ടും കുഞ്ഞുങ്ങൾ. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുന്നാണ് ഫസ്റ്റ് ഞങ്ങൾ ആഹാരം കഴിച്ചിട്ട് താലപ്പൊലി കാണാനായിട്ട് പോകുന്നത്. ഞാൻ ഇവിടെ വന്നിടത്തോളം കാലം ഞങ്ങൾ ഇവിടെ കഴിക്കാൻ കയറുമ്പോൾ ഫസ്റ്റ് പ്ലെയിനായിട്ടുള്ളൊരു വസ്തുവായിരുന്നു. അവിടെ വീടൊന്നും ഇല്ലായിരുന്നു. അവിടെ ഞങ്ങളിപ്പോൾ 2 വർഷമായിട്ട് അവിടെ ഈ 2 വർഷമായി ഈ വീട് വന്നിട്ട്. അപ്പോൾ ഈ വീട് അവർ ഈ വസ്തുവിൻ്റെ ഏറ്റവും ബാക്കിലോട്ട് നീക്കിയാണ് അവർ ഈ വീട് വെച്ചിരിക്കുന്നത്. ഫ്രണ്ട് പോർഷൻ ഒഴിച്ചിട്ടാണ് അവർ വീട് വെച്ചിരിക്കുന്നത്. കാരണം ദേവിക്ക് വേണ്ടി എല്ലാ വർഷവും അവർ ഇതിനായിട്ട് ഈ സ്ഥലം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഫുഡ് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, അതുപോലെ തന്നെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ആവശ്യാനുസരണം വാങ്ങിക്കഴിക്കാം. ഞാനും ശിവാനി മോളും വാങ്ങിയത് ഇഡലി സാമ്പാറുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരബദ്ധം പറ്റി, ഞങ്ങൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കണ്ടില്ല. ശിവാനിക്ക് അത് വേണമെന്ന് പറഞ്ഞിരിക്കുക. അതാണ് അവിടെ മുഖത്തിലൊരു മ്ലാനത. കൺമണിയും പ്രതിവട്ടനും വാങ്ങിയത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ്. ഞങ്ങൾ പിന്നെ ഇവിടുന്ന് കഴിച്ചിട്ടാണ് അടുത്തടുത്തോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്.
കൊല്ലം ചവറ തെക്കുംഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ പനക്കറ്റൂടിൽ ദേവീക്ഷേത്രം, അതുപോലെ തന്നെ ചരിത്രപ്രസിദ്ധമായ പനക്കറ്റൂടിൽ താലപ്പൊലിയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് അവിടെ ഉത്സവം കൊടിയേറുന്നതിന് മുൻപായി ഉത്സവാരംഭത്തിൻ്റെ തലേ ദിവസം 4 കരകളിലെയും കന്യകമാരുടെ താലപ്പൊലിയോടുകൂടിയ ദേവിയെ ഊരുവലത്തിനായി എഴുന്നള്ളിക്കുന്നു. 7 ദിവസത്തെ വ്രതമെടുത്ത് അമ്പലം നിൽക്കുന്ന കരയിലെ ഒരു കന്യകയായിരിക്കും അതിനായി ഒരുങ്ങുന്നത്. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിലെ താലപ്പൊലിയുടെ ഉത്ഭവം. അതുപോലെ തന്നെ ആ ഒരു ദേശത്തിൻ്റെ ഒരു വർഷത്തെ കാത്തിരിപ്പ് കൂടിയാണ് ഈ താലപ്പൊലി ദിവസം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ കയറിയ സ്ഥലമാണിത്. അവിടെ പത്തിരിയും ഗ്രീൻ പീസ് കറിയായിരുന്നു. ഞങ്ങൾ കഴിച്ചില്ല, പക്ഷേ പ്രതിവട്ടൻ അവിടുന്ന് മേടിച്ച് കഴിച്ചായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത്രയൊക്കെ വീഡിയോസൊക്കെ എടുത്തുള്ളൂ. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, സീ യു.